ഹലോ ഗൈസ്, പുതിയൊരു സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സോണുകളെ കുറിച്ചാണ്. മാർക്കറ്റിൽ എങ്ങനെ സോണുകളെ ഫൈൻഡ് ഔട്ട് ചെയ്യാം എന്നതിനെ കുറിച്ചാണ് ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക. നിങ്ങളൊരു ട്രേഡർ ആവണമെന്നുണ്ടെങ്കിൽ മാർക്കറ്റിൽ മിനിമം ഈ ഒരു സോണുകളെ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പഠിക്കണം എന്നുള്ളതാണ്. സോൺ എന്ന് പറഞ്ഞാൽ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു പ്രൈസ് പോയിന്റിനെയാണ് സോൺ എന്ന് പറയുന്നത്. അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറേ രീതിയിൽ നമുക്ക് സോണുകളെ മാർക്കറ്റിൽ കാണാൻ പറ്റും. സപ്ലൈ സോൺ, അതുപോലെ തന്നെ ഡിമാൻഡ് സോൺ, അതുപോലെ സെൽ ടു ബൈ സോണ്, ബൈ ടു സെൽ സോണ്, അതുപോലെ തന്നെ ഓർഡർ ബ്ലോക്ക് സോണുകൾ, ഇങ്ങനെയുള്ള കുറച്ച് സോണുകളെ എങ്ങനെ മാർക്കറ്റിൽ ഫൈൻഡ് ഔട്ട് ചെയ്യാമെന്നുള്ളത് നമുക്ക് നോക്കാം. മാർക്കറ്റിൽ സോണുകളെ കറക്റ്റായിട്ട് നിങ്ങൾക്ക് ഫോളോ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ എന്താണെന്നുള്ളതാണ്. ബ്രേക്ക് ഓഫ് സ്ട്രക്ചറും അതുപോലെ തന്നെ ചേഞ്ച് ഓഫ് ക്യാരക്ടറിനെയും കുറിച്ച് മുമ്പ് വീഡിയോ ചെയ്തിട്ട് കാണാത്തവരാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ പ്ലേ ലിസ്റ്റിൽ വന്നു കഴിഞ്ഞാൽ എല്ലാ വീഡിയോയിലും ഓർഡർ പ്രകാരം നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, നിങ്ങൾ മാക്സിമം എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത് ലൈക്ക് ചെയ്യാനും മറക്കരുത്. എൻ്റെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് എന്നുള്ളത് സബ്സ്ക്രൈബ് ചെയ്യുക. സോ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഒരു പ്രീവിയസ് ആയിട്ടുള്ള ഒരു പ്രൈസ് പോയിന്റിനെ ബ്രേക്ക് ചെയ്ത് പുതിയൊരു പ്രൈസ് പോയിന്റ് ഉണ്ടാകുമ്പോഴാണ് ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ അവിടെ ക്രിയേറ്റ് ആവുന്നത്. ഇതൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കറക്റ്റായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. മാർക്കറ്റിലെ സ്ട്രക്ചർ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഒരു ലോ, ഒരു ഹൈ, ഒരു ലോ, ഇങ്ങനെയാവും മാർക്കറ്റ് പോകുന്നത്. ഇതിൽ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ കണ്ടുപിടിക്കാൻ ഏറ്റവും സിമ്പിളാണ്. ഈ ഒരു പ്രീവിയസ് ആയിട്ടുള്ള ഹൈനെ ബ്രേക്ക് ചെയ്തിട്ടാണ് മാർക്കറ്റ് മുകളിലോട്ട് പോയിട്ടുള്ളത്. അതിനെയാണ് നമ്മൾ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. അതിന് ഡൗൺ ട്രെൻഡിലായാലും ശരി, മാർക്കറ്റിലെ പ്രൈസ് പോയിന്റിനെ ബ്രേക്ക് ചെയ്തിട്ടാണ് അത് താഴേക്ക് വരുന്നത്. ഒരു പ്രീവിയസ് ആയിട്ടുള്ള ഒരു പ്രൈസ് പോയിന്റിനെ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് പോകുമ്പോഴാണ് അതിനെ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. അതിന് ഡൗൺ ട്രെൻഡ് ആയാലും അപ്പ് ട്രെൻഡ് ആയാലൊക്കെ ആ ഒരു പ്രൈസ് പോയിന്റിനെ ബ്രേക്ക് ചെയ്ത് പോകുമ്പോഴാണ് അവിടെ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ സംഭവിക്കുന്നത്. ഓക്കെ, ഇനി മാർക്കറ്റിൽ വന്നു കഴിഞ്ഞാൽ സ്ട്രക്ചർ ഒരു അപ്പ് ആൻഡ് ഡൗൺ, അപ്പ് ആൻഡ് ഡൗൺ ആയിട്ടാവും സ്ട്രക്ചർ ഇന്ന് മാർക്കറ്റിൽ ഉണ്ടാവുക. ഒരിക്കലും എന്താവില്ല, മാർക്കറ്റ് ഇങ്ങനെ നേരെ സഞ്ചരിക്കൂല. കാരണം എന്തുകൊണ്ട്, ആളുകൾക്ക് പെട്ടെന്ന് എന്താവും ഇത് മനസ്സിലാക്കാൻ പറ്റും, ഒരു അപ്പ് ട്രെൻഡ് ആണ് എന്നുള്ളത് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ മാർക്കറ്റ് എപ്പോഴും ബെയറിഷ് ആൻഡ് ബുള്ളിഷ് മാർക്കറ്റിലാവും ഉണ്ടാവുക. ഒരു 1 hour ചാർട്ടാണ് എന്നുണ്ടെങ്കിലാണ് ഒരു അത്യാവശ്യം നല്ല രീതിയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുകയുള്ളൂ. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ 50 minute ചാർട്ടിലൊക്കെ ആണ് വരുന്നത് എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഓരോ ഇടയിലും ഇതേപോലെ ഇങ്ങനെ ഓരോ ക്യാൻഡിൽസുകളെ കാണാൻ പറ്റും. ഓക്കെ, ഈ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത് ഓരോ പ്രൈസ് പോയിന്റുകളാണ്. അതായത് ഇതിൻ്റെ ഇടയിലൊക്കെ ഓരോ പ്രൈസ് പോയിന്റുകൾ ക്രിയേറ്റ് ചെയ്തിട്ടാണ് സ്ട്രക്ചർ മാർക്കറ്റിൽ ഉണ്ടാകുന്നത്. ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസുകളാണ് ഈ ഒരു സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യുന്നത്. അതായത് അവർക്ക് മാത്രമേ ഇത്രയും ക്വാണ്ടിറ്റി ഓർഡർ പ്ലേസ് ചെയ്തിട്ട് അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മളെപ്പോലെ റീറ്റെയിൽ ട്രേഡേഴ്സ് എപ്പോഴും എന്താവും മാർക്കറ്റിൽ ട്രാപ്പായി പോകുന്നതിന് പകരം എങ്ങനെ ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ എൻട്രികൾ നമുക്ക് പ്ലേസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇവിടെ നമ്മൾ നോക്കേണ്ടത്. ഓക്കെ, ഇനി നമുക്ക് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ എവിടെയാണെന്നുള്ളത് നോക്കാം. സിമ്പിളായിട്ട് മാർക്കറ്റ് ഇങ്ങനെ പോവുകയാണെന്നുണ്ടെങ്കിൽ ഞാനൊന്ന് ഡിലീറ്റ് ചെയ്തിട്ട് കാണിച്ചു തരാം. മാർക്കറ്റ് ഇങ്ങനെ പോവുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു പ്രൈസ് പോയിന്റ് ആണ് എന്ന് വിചാരിക്കാം. 50 രൂപയാണ് ഇവിടുത്തെ ഒരു പ്രൈസ്, മാർക്കറ്റ് പ്രൈസ് ഇവിടെ 50 രൂപയാണ് എന്നുണ്ടെങ്കിൽ ഇതൊരു പ്രൈസ് പോയിന്റാണ്. മാർക്കറ്റ് എന്ത് ചെയ്തു, താഴേക്ക് വന്നിട്ട് ഈ ഒരു പ്രൈസ് പോയിന്റിനെ ബ്രേക്ക് ചെയ്തു മുകളിലോട്ട് പോയി. നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. അതായത് ഈ ഒരു പ്രീവിയസ് ആയിട്ടുള്ള ആ ഒരു പ്രൈസ് പോയിന്റിനെ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് മുകളിലോട്ട് പോയി. അതായത് ഇവിടെ മാർക്കറ്റ് ഇവിടെ എത്തിയപ്പോൾ എന്തായി, ഒരു 100 രൂപ ആയി. ഇതേ മാർക്കറ്റിൽ തന്നെ എന്ത് ചെയ്തു, വീണ്ടും ഡൗൺ ആയതിനു ശേഷം ഈ ഒരു പ്രൈസ് പോയിന്റിനെ, ഈ ഒരു പ്രീവിയസ് ആയിട്ടുള്ള പ്രൈസ് പോയിന്റിന് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ തന്നു. അതായത് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ടു അപ്സൈഡ്. ഇനി നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാവും, ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ എന്ന് പറയുന്നത് അപ്സൈഡ് മാത്രമാണോ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്നുള്ളത്. അങ്ങനെ ഒന്നുമില്ല. മാർക്കറ്റ് താഴേക്ക് വന്നാലും അവിടെ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ സംഭവിക്കുന്നുണ്ട്. അതായത് ഒരു പ്രീവിയസ് ആയിട്ടുള്ള ഒരു ലോനെ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് താഴേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അതിനെ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ടു ഡൗൺ സൈഡ് എന്ന് പറയുന്നു. അതായത് അപ്ലോട്ടാണ് പോകുന്നത് എന്നുണ്ടെങ്കിൽ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ടു അപ്സൈഡ്, താഴേക്കാണ് എന്നുണ്ടെങ്കിൽ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ടു ഡൗൺ സൈഡ്. ഇതെല്ലാം ഞാൻ പറഞ്ഞു, മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. കറക്റ്റായിട്ട് കാണാത്തവരുണ്ടെങ്കിൽ അത് പോയി കാണുക. അങ്ങനെ നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഇത് ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ആയിട്ട് എന്ത് ചെയ്യാം, നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. കാരണം എന്താ, ഈ ഒരു പ്രീവിയസ് ആയിട്ടുള്ള ലോനെ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് താഴേക്ക് വന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ മാർക്ക് ചെയ്യേണ്ടത്. ഇതൊരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ ആയിട്ട് എടുക്കാം, പക്ഷേ ഇവിടെ നമുക്ക് അതൊരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്താൽ മതി. ഓക്കെ, ഇനി നമുക്ക് സോണുകൾ എവിടെയാണ് എന്നുള്ളത് നോക്കാം. സോണുകൾ എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞു, അതായത് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു പ്രൈസ് പോയിന്റിനെയാണ്
അതായത് ആ ഒരു പ്രൈസ് പോയിന്റിലേക്ക് തന്നെ മാർക്കറ്റ് വീണ്ടും തിരിച്ചു വരുന്നതിന് മാർക്കറ്റ് നോക്കിയാൽ മനസ്സിലാവും. അപ്പം ഇങ്ങനെയുള്ള ഈ ഒരു സോണുകൾ എവിടെ എന്നുള്ളതാണ് ഇനി നോക്കാൻ പോകുന്നത്. എന്തുകൊണ്ടാണ് ഈ ഒരു മാർക്കറ്റ് വീണ്ടും ആ ഒരു പ്രൈസിലോട്ട് തന്നെ തിരിച്ചു വരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് കാണാം 50 രൂപ പ്രൈസ് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്, 100 പ്രൈസ് മാർക്ക് ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഏറ്റവും ടോപ്പിൽ 400 പ്രൈസും മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിന് തൊട്ടതായ ഒരു 25 എന്നുള്ള പ്രൈസും കാണാം. അതായത് മാർക്കറ്റ് ഇങ്ങനെ മുകളിലോട്ട് പോകുന്നു. ഈ ഒരു മുകളിലോട്ട് പോയ മാർക്കറ്റ് നേരെ താഴോട്ട് വന്നതിന് ശേഷം വീണ്ടും മാർക്കറ്റ് മുകളിലോട്ട് ഇങ്ങനെ പോകുന്നു. അതിനുശേഷം വീണ്ടും ഈ ഒരു 25 എന്നുള്ള പ്രൈസിലോട്ട് തന്നെ വരുമ്പോഴാണ് അതൊരു സോണായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഞാൻ മുമ്പ് പറഞ്ഞു ഈ ഒരു ക്യാൻഡിൽസിനെ ക്രിയേറ്റ് ചെയ്യുന്നത് ഇൻസ്റ്റിറ്റ്യൂഷൻസുകളാണ്. അപ്പോൾ അവരുടെ ഈ ഒരു മാർക്കറ്റിൽ പ്ലേസ് ചെയ്യുന്ന എൻട്രിക്ക് അനുസരിച്ചിട്ടാവും മാർക്കറ്റ് മുന്നോട്ട് പോകുന്നത്. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ഇതൊരു സോണായിട്ട് ഞാൻ എടുത്തു. എന്തുകൊണ്ടാണ് എന്നുള്ളത് ഞാനിപ്പോൾ കാണിച്ചു തരാം. ഇവിടെ ഒരു 10,000 ക്വാണ്ടിറ്റി അവർക്ക് വേണമെന്ന് വിചാരിക്കാം. അവരൊരു 10,000 ഒരു ബൈ ഓർഡേഴ്സ് ഇവിടെ ഇട്ടിട്ടുണ്ട്. പക്ഷെ അവർക്ക് ഈ ഒരു 10,000 ബൈ ഓർഡേഴ്സ് കിട്ടണമെന്നുണ്ടെങ്കിൽ അപ്പുറത്ത് എന്ത് വേണം, ഒരു 10,000 സെൽ ഓർഡേഴ്സുകൾ വേണം. പക്ഷെ നോർമലി അവർക്കൊരു 10,000 ഓർഡേഴ്സ് പെട്ടെന്ന് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ എന്താവും, മാർക്കറ്റ് ഇതേ ഒരു ഏരിയയിലോട്ട് തന്നെ തിരിച്ചു വരും. അതെങ്ങനെയാണെന്നുള്ളത് കറക്റ്റായിട്ട് നോക്കാം. അതായത് ഇവിടെ ഒരു 10,000 ഓർഡേഴ്സിൽ ഒരു 6,000 ഓർഡേഴ്സേ അവർക്ക് കളക്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ, ബൈ ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ എന്ന് വിചാരിക്കാം. ഇവരെന്ത് ചെയ്യും, മാർക്കറ്റിനെ ഈ ഒരു 6,000 ഓർഡേഴ്സിനെ വെച്ച് മാർക്കറ്റ് നേരെ റൺ ചെയ്യിപ്പിക്കുന്നു. അതിനുശേഷം മാർക്കറ്റ് എന്ത് ചെയ്യുന്നു, വീണ്ടും അവരുടെ ആ ഒരു അതേ പ്രൈസ് പോയിന്റിലേക്ക് തന്നെ തിരിച്ചു വന്നതിന് ശേഷം ബാക്കിയുള്ള 4,000 ഓർഡേഴ്സും എടുത്തിട്ട് ഒറ്റ ഷൂട്ടാണ് മുകളിലോട്ട് പോകുന്നത്. അതായത് മാർക്കറ്റ് ആ ഒരു സ്പോട്ടിൽ തന്നെ അപ്പാവും. മാർക്കറ്റ് അങ്ങനെ വരാൻ 1-2 കാരണങ്ങളുണ്ട്. ഒന്ന്, ഇവരുടെ ഈ ഒരു ബാലൻസ് ഉള്ള ഓർഡറുകൾ കളക്ട് ചെയ്യാനും, അതുപോലെ തന്നെ ഇവർക്ക് ഇവിടെയൊക്കെ സംഭവിച്ചിട്ടുള്ള നഷ്ടങ്ങൾ, അതായത് ഇവിടെയൊക്കെ അവർ സെല്ല് ചെയ്തിട്ടാണ് മാർക്കറ്റിനെ താഴേക്ക് വരുന്നത്. അപ്പോൾ ഇവിടെ അവർക്ക് വന്നിട്ടുള്ള നഷ്ടങ്ങളുടെ നികത്താനും വേണ്ടിയിട്ടാണ് എന്ത് വരുന്നത്, മാർക്കറ്റ് നേരെ താഴേക്ക് വന്നിട്ട് ബാക്കിയുള്ള ഓർഡേഴ്സും കളക്ട് ചെയ്തു, നേരെ ഇവിടെയുള്ള നഷ്ടം നികത്തി ബാക്കിയുള്ള ഓർഡേഴ്സും കളക്ട് ചെയ്തിട്ട് മാർക്കറ്റ് നേരെ എന്ത് ചെയ്യുന്നു, മുകളിലോട്ട് തന്നെ പോകുന്നു. ഇങ്ങനെയാണ് സോണുകളെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. മാർക്കറ്റ് എപ്പോഴും പോകുന്നത് ഒരു പുഷ് ആൻഡ് പുൾ ബാക്ക് എന്നുള്ള രീതിയിലാവും. നിങ്ങൾക്ക് മാർക്കറ്റ് നോക്കിയാൽ തന്നെ മനസ്സിലാവും. ഒറ്റയടിക്ക് നേരത്തെ പറഞ്ഞതുപോലെ സ്ട്രൈറ്റ് ആയിട്ട് മാർക്കറ്റ് പോവില്ല. ഇങ്ങനെ മാർക്കറ്റ് മൂവ് ചെയ്യുമ്പോഴാണ് റീറ്റെയിൽസ് ആയിട്ടുള്ള ട്രേഡേഴ്സ് എന്താവുന്നത്, ട്രാപ്പായി പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തന്നെയാണ് മാർക്കറ്റ് അവരെന്ത് ചെയ്യുന്നത്, ഇങ്ങനെ മൂവ് ചെയ്യിപ്പിക്കുന്നത്. കാരണം അവർക്ക് ബാക്കിയുള്ള പെൻഡിങ് ഓർഡർ എടുക്കാനും ഇങ്ങനെ മാർക്കറ്റിലുള്ള ബാക്കിയുള്ളവരുടെ സ്റ്റോപ്പ് ലോസ് അടിച്ചിട്ട് ആ ഒരു എൻട്രി എടുക്കാനും വേണ്ടിയിട്ടാണ് മാർക്കറ്റ് ഇങ്ങനെ മൂവ് ചെയ്യുന്നത്. പിന്നെ എപ്പോഴും നിങ്ങൾ വാച്ച് ചെയ്താൽ മനസ്സിലാവും, ഒരു ബെയറിഷ് ആയിട്ടുള്ള ഒരു മാർക്കറ്റിനെയാണ് അവർക്ക് വേണ്ടത് എന്നുണ്ടെങ്കിൽ ആദ്യം എന്താവും, ഒരു ബുള്ളിഷ് ആയിട്ടുള്ള ഒരു മാർക്കറ്റാവും കാണിച്ചു തരാം. അതായത് ബുള്ളിഷ് ആയിട്ടുള്ള മാർക്കറ്റ് ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഈ ഒരു ബൈ സെറ്റപ്പുകൾ എന്ത് ചെയ്യും, ആളുകൾ പ്ലാൻ ചെയ്യും. ബുള്ളിഷ് ആണ് എന്ന് വിചാരിച്ച് ഇങ്ങനെ ഓരോ സ്ഥലത്തും എന്ത് ചെയ്യുന്നതാവും, ഓരോ ഏരിയയിലും ബൈ സെറ്റപ്പുകൾ ഇട്ടുണ്ടാവും. കാരണം ഓരോരുത്തർ ട്രേഡ് എടുക്കുന്നത് വ്യത്യസ്ത രീതിയിലാവും ഉണ്ടാവുക. ഇൻഡിക്കേറ്റേഴ്സ് ട്രേഡ് എടുക്കുന്നുണ്ടാവും, ബോട്ട് ട്രേഡേഴ്സുകൾ ഉണ്ടാവും, അങ്ങനെ കുറേ രീതിയിലുള്ള ട്രേഡേഴ്സ് ഉണ്ടാവും. അതുപോലെ തന്നെ നോർമലായിട്ടുള്ള ബിഗിനേഴ്സും ഉണ്ടാവും. അപ്പോൾ ഇവരൊക്കെ ഈ ഒരു ബുൾ മാർക്കറ്റ് കാണുമ്പോൾ സ്വാഭാവികം ബൈ ചെയ്യാനാണ് നോക്കുക. ഇങ്ങനെ ബൈ ചെയ്തതിന് ശേഷം മാർക്കറ്റ് ഇങ്ങനെ ടോട്ടലി ഒരു മുകളിലോട്ട് പോയതിന് ശേഷം മാർക്കറ്റ് എന്ത് ചെയ്യും, ഒരൊറ്റയടിക്ക് നേരെ ഡൗൺ ആവും. അങ്ങനെ ഡൗൺ ചെയ്താലുള്ള ആ ഒരു സിറ്റുവേഷൻ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. കാരണം അങ്ങനെ ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ബൈ അടിച്ചിട്ടുള്ളവരുടെ എല്ലാം സ്റ്റോപ്പ് ലോസ് എടുത്തിട്ടാണ് അവർ താഴേക്ക് വരുന്നത്. അപ്പോൾ ഇതാണ് അവരുടെ ഒരു പ്ലാൻ എന്നുള്ളത്. ഇനി നിങ്ങളൊന്ന് വിചാരിക്കുക, അതായത് ഇവർക്ക് അപ്ലോട്ടാണ്, ഒരു ബുൾ മാർക്കറ്റാണ് വേണ്ടത് എന്നുണ്ടെങ്കിൽ അതെന്ത് ചെയ്യും, മാർക്കറ്റ് ഇങ്ങനെ മെല്ലെ പോയതിന് ശേഷം ഇങ്ങനെ അതായത് ഒരു ഡൗൺ ട്രെൻഡ് കാണിച്ചു തരും. ഇങ്ങനെ ഡൗൺ ട്രെൻഡ് കാണിച്ചു തരുമ്പോൾ മാർക്കറ്റിലുള്ള ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ആളുകളൊക്കെ എന്ത് ചെയ്യും, ഇവിടെ ഇങ്ങനെ സെല്ല് ചെയ്തിട്ട് ഇങ്ങനെ താഴേക്ക് വരുന്നുണ്ടാവും. ഇങ്ങനെ സെല്ല് ചെയ്ത് താഴേക്ക് വരുന്നതിൻ്റെ പെട്ടെന്നാവും ഇവരെന്ത് ചെയ്യുക, മാർക്കറ്റിനെ മുകളിലോട്ട് ഒറ്റയടിക്കേന് ഷൂട്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ സെല്ല് ചെയ്തിട്ടുള്ള ആളുകളുടെയൊക്കെ സ്റ്റോപ്പ് ലോസ് എടുത്തിട്ടാണ് മാർക്കറ്റ് എന്ത് ചെയ്യുന്നത്, മുകളിലോട്ട് പോകുന്നത്. ഇവിടെ സെല്ല് ചെയ്ത ആളുകളൊക്കെ ഔട്ടായി. ഓക്കെ, ഇനി നമ്മൾ പറയാൻ പോകുന്നത്, അതായത് ബിഗ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ നഷ്ടം എവിടെയാണ് എന്നുള്ളതാണ് കണക്കാക്കേണ്ടത്. ആ നഷ്ടമാണ് നമ്മളുടെ ഒരു സോണായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇനി നമുക്ക് നോക്കാം. അതായത് ഇവിടെ നിന്നും മാർക്കറ്റ് എന്ത് ചെയ്തും, ബൈ ചെയ്ത് മുകളിലോട്ട് ഇങ്ങനെ പോകാനെന്ന് വെച്ചാൽ, അതായത് ഇതൊരു അപ് ട്രെൻഡാണ്. അപ് ട്രെൻഡിൽ മാർക്കറ്റ് ബൈ ചെയ്ത് നേരെ മുകളിലോട്ട് പോയി. ഇങ്ങനെ മുകൾ എത്തിക്കഴിഞ്ഞാൽ
ബിഗ് ഫിനാൻഷ്യൽസിൻ്റെ നഷ്ടം എവിടെയാണ് വരുന്നത്? ഈ ടോപ്പിലായിരിക്കും നഷ്ടം. ഇവിടെയൊക്കെ നഷ്ടമാണ്, കാരണം ബൈ ചെയ്ത് മുകളിലെത്തിയിട്ടുണ്ടാവും. പക്ഷേ ഏറ്റവും കൂടുതൽ നഷ്ടം എവിടെയാവും വന്നിട്ടുണ്ടാവുക? ഈ ഒരു ടോപ്പിലെ ക്യാൻഡിൽസിനാവും വന്നിട്ടുണ്ടാവുക. അതായത് ഈ ഒരു ഏറ്റവും മുകളിലുള്ള ബൈ ക്യാൻഡിൽസിനാവും ഏറ്റവും കൂടുതൽ നഷ്ടം വന്നിട്ടുണ്ടാവുക. അതിനുശേഷം അവർ ഇവിടെയൊക്കെ ഇൻവെസ്റ്റ് ചെയ്തതിനേക്കാളും എത്രയോ ട്രില്യൺ കണക്കിന് ഡോളേഴ്സുകൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് മാർക്കറ്റിനെ താഴേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് ഈ ഏറ്റവും ടോപ്പിലുള്ള ഒരു ബൈ ഓർഡേഴ്സ്, അതായത് ബൈ ക്യാൻഡിലാവും ഏറ്റവും കൂടുതൽ അവർക്ക് നഷ്ടം സംഭവിച്ചിട്ടുള്ള ഏരിയ. ആ ഏരിയയാണ് നമ്മളൊരു ഓർഡർ ബ്ലോക്ക് അല്ലെങ്കിൽ സോൺ എന്നൊക്കെ പറയുന്നത്. അതായത് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഏരിയ, ഇതിനെയാണ് നമ്മൾ സോൺ ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇനി മാർക്കറ്റ് നേരെ ഡൗൺ ട്രെൻഡ് ആണ് എന്ന് വിചാരിക്കാം. അപ്പോൾ മാർക്കറ്റ് ഇങ്ങനെ പോയതിന് ശേഷം നേരെ ഇങ്ങനെയാണ് പോയത് എന്നുണ്ടെങ്കിൽ നേരെ എന്ത് വിചാരിച്ചാൽ നേരെ ഓപ്പോസിറ്റ് നോക്കിയാൽ മതി. അതായത് മാർക്കറ്റ് ഇങ്ങനെ പോകുന്നു, ഇവിടെ നിന്നും അവർ സെല്ല് ചെയ്തിട്ട് എന്ത് ചെയ്തു? മാർക്കറ്റിനെ ഇവിടെ എത്തി. ഓക്കെ, ഇവിടെ ഏറ്റവും കൂടുതൽ എമൗണ്ട്, അതായത് ഇവിടത്തേക്കാളും ഏറ്റവും കൂടുതൽ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്ത ഏരിയ ഏതാകും? ഈ ഒരു ലാസ്റ്റിലെ ക്യാൻഡിൽസ് ആവും അല്ലേ? ലാസ്റ്റിലെ സെല്ലിങ് ക്യാൻഡിൽസ് ആകും ഒരു ഡൗൺ ട്രെൻഡിൽ നമുക്ക് ഒരു സോൺ ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. പക്ഷെ നിങ്ങളൊരു ഓർഡർ ബ്ലോക്ക് ആയിട്ട് അതിനെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാറുണ്ട്. ഓർഡർ ബ്ലോക്കിനെ കുറിച്ച് മുമ്പ് ഒരു വീഡിയോ ചെയ്തത് കാണാത്തവരാണെങ്കിൽ കാണുക. ആ ഒരു ഓർഡർ ബ്ലോക്കിനെ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടാണ് ഞാൻ നേരത്തെ കഴിഞ്ഞ വീഡിയോസുകളിലൊക്കെ എങ്ങനെ ഒരു എൻട്രി എടുക്കാമെന്ന് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, മുന്നോട്ടുള്ള ഒരു വീഡിയോസുകളിലൊക്കെ നിങ്ങൾ കണ്ടു കഴിഞ്ഞാലും ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാവും. സോ ഇങ്ങനെയാണ് ഓരോ സോണുകളെയും കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. മനസ്സിലാകാത്തവരുണ്ടെങ്കിൽ വീഡിയോ ഒന്നുകൂടി റിപ്പീറ്റ് അടിച്ച് കാണുക. കുറേ രീതിയിലുള്ള ഓർഡർ ബ്ലോക്കുകൾ ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്താവും? കൺഫ്യൂഷൻ ആവും. അതുകൊണ്ട് തന്നെ ഇതിനൊക്കെ ഓരോ പേരുകളായിട്ട് നമുക്ക് വിളിക്കാം. അതെങ്ങനെയാണ് നോക്കേണ്ടത്? അതായത് ഇവിടെ ഈ ഒരു ബുള്ളിഷ് മാർക്കറ്റാണ്. ബുള്ളിഷ് മാർക്കറ്റ് അത് കഴിഞ്ഞതിന് ശേഷം ഇവിടെ ഒരു ബെയറിഷ് മാർക്കറ്റിന് വേണ്ടിയിട്ടാണ് ഇവർ എന്ത് ചെയ്തിട്ടുള്ളത്? ഈ ഒരു ബുള്ളിഷ് മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ബുള്ളിഷ് മാർക്കറ്റിലെ ലാസ്റ്റത്തെ, അതായത് അവസാനത്തെ ക്യാൻഡിൽസ് ആണ് അവിടെ ഓർഡർ ബ്ലോക്ക് ആയിട്ട് നമ്മൾ എടുക്കുന്നത്. ഈ ഒരു ഓർഡർ ബ്ലോക്കിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ബൈ ടു സെൽ. അതായത് ഇതൊരു ഓർഡർ ബ്ലോക്ക് ആണ്. ഈ ഒരു ഓർഡർ ബ്ലോക്കിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? ബൈ ടു സെൽ, അതായത് B2S. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതായത് ഈ ഒരു ബെയറിഷ് മാർക്കറ്റിന് തൊട്ട് മുൻപുള്ള ഈ ഒരു ക്യാൻഡിൽസ്, ബൈ ക്യാൻഡിൽസിനെയാണ് ബൈ ടു സെൽ സോൺ എന്ന് വിളിക്കുന്നത്. അതുപോലെ തന്നെ ഇനിയൊരു അപ്പ് ട്രെൻഡ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇവിടെ നേരെ എന്ത് ചെയ്യുന്നു? ഇവിടെ അപ്പ്, അതായത് ബുള്ളിഷ് മാർക്കറ്റിലോട്ട് പോകാൻ വേണ്ടിയിട്ട് ഇവിടെ സെല്ല് ചെയ്യുന്നു. ഈ സെല്ല് ചെയ്തതിൻ്റെ അവസാനത്തെ ക്യാൻഡിൽസ് ആണ് ഒരു ഓർഡർ ബ്ലോക്ക് ആയിട്ട് നമ്മൾ എടുക്കുന്നത്. ഈ ഒരു ഓർഡർ ബ്ലോക്കിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സെൽ ടു ബൈ, എൽസ് ടു ബി. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. മനസ്സിലാത്തവരുണ്ടെങ്കിൽ വീഡിയോ റിപ്പീറ്റ് അടിച്ച് കാണുക. അതായത് ഒരു സെല്ലിംഗ് മാർക്കറ്റിലെ അതിന് തൊട്ട് മുന്നേ ഉള്ള ഓർഡർ ബ്ലോക്കിലെ ബൈയിങ് ക്യാൻഡിൽസിനെ ബൈ ടു സെൽ ഓർഡർ ബ്ലോക്ക് എന്നും ബൈ ടു സെൽ സോൺ എന്നും, അതുപോലെ തന്നെ ഒരു ബെയറിഷ് മാർക്കറ്റ്, ഒരു ബുള്ളിഷ് മാർക്കറ്റിലെ ആ ലാസ്റ്റത്തെ ഓർഡർ ബ്ലോക്കിൻ്റെ ലാസ്റ്റത്തെ ആ ഒരു സെല്ലിംഗ് ക്യാൻഡിൽസിന് സെൽ ടു ബൈ സോൺ എന്ന് വിളിക്കുന്നു. എന്തിനാണ് ഈ ഒരു ഓർഡർ ബ്ലോക്കിലോട്ട് തന്നെ മാർക്കറ്റ് തിരിച്ചു വരുന്നത് എന്നുള്ളതിൽ കാരണം മുമ്പ് പറഞ്ഞു. ഇവിടെ ചെയ്തിട്ടുള്ള നഷ്ടങ്ങളെ നികത്താൻ വേണ്ടിയിട്ടും ഇവരുടെ ആ ഒരു പെൻഡിങ് ഓർഡർ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുമാണ് ഈ ഒരു ഓർഡർ ബ്ലോക്കിലോട്ട് അവരുടെ മാർക്കറ്റ് തിരിച്ചു വരുന്നത്. അതെല്ലാം പെൻഡിങ് ഓർഡറൊക്കെ കളക്ട് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യും? നേരെ മാർക്കറ്റ് ഷൂട്ട് ചെയ്ത് അപ്പ് ട്രെൻഡിലൂടെ തന്നെ പോകുന്നു. അതിന് ഡൗൺ ട്രെൻഡിലാണെന്നുണ്ടെങ്കിലോ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇവിടെ നേരെ ഈ ഒരു ചെറിയ ക്യാൻഡിൽസുകളാവും നിങ്ങൾക്ക് തന്നെ കാണുക. ഇങ്ങനെ വന്നതിന് ശേഷം ഈ ഒരു ഓർഡർ ബ്ലോക്കിൽ ടച്ച് ചെയ്തതിന് ശേഷം നേരെ ഒരൊറ്റയടിക്ക് എന്ത് ചെയ്യുന്നു? ഷൂട്ട് ചെയ്ത് നേരെ ഡൗൺ ട്രെൻഡിലോട്ട് തന്നെ മാർക്കറ്റ് വരുന്നു. ഇവിടെ എന്ത് ചെയ്യുന്നു? ഈ ഒരു ഡയറക്ഷനിൽ നിന്ന് ഒരു ബുള്ളിഷ് ട്രെൻഡ് കാണിച്ചു വരുന്നു. ആളുകളെല്ലാം ഇവിടെ ബൈ ചെയ്യുന്നു. നേരെ ഈ ഒരു ഓർഡർ ബ്ലോക്കിൽ ടച്ച് ചെയ്തതിന് ശേഷം നേരെ ഒറ്റ ഷൂട്ടിൽ നേരെ ഡൗൺ ട്രെൻഡിലോട്ട് തന്നെ മാർക്കറ്റ് തിരിച്ചു വരുന്നു. ഇവിടെ ബൈ അടിച്ചിട്ടുള്ള ആളുകളൊക്കെ ട്രാപ്പായിട്ട് മാർക്കറ്റിൽ നിന്നും ഔട്ടാവുന്നു. ഓക്കെ, ഇനി മാർക്കറ്റിൽ എങ്ങനെ സോണുകളെ മാർക്ക് ചെയ്യാമെന്ന് നോക്കാം. ആദ്യം തന്നെ ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ മാർക്ക് ചെയ്യണം. അതായത് ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ എന്ന് പറയുന്നത് അതൊരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ആയിട്ട് എടുക്കാം. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ തന്നിട്ടുള്ള ആ ഒരു ക്യാൻഡിൽസിൻ്റെ ഏറ്റവും ലോ എവിടെയാണ് വരുന്നത്? ഈ ഒരു ക്യാൻഡിൽസ് ആണ് അല്ലേ? ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ക്യാൻഡിൽസ് ആണ് എപ്പോൾ എടുക്കേണ്ടത്. ഈ ഒരു ക്യാൻഡിൽസ് ആണ്
ആ ഒരു അപ് ട്രെൻഡിലെ ഏറ്റവും ലോ ആയിട്ടുള്ള ഈ ഒരു ക്യാൻഡിൽസ്. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു ക്യാൻഡിൽസിനെ എന്ത് ചെയ്യാം, നമുക്ക് ഒരു ഓർഡർ ബ്ലോക്കായിട്ട് എടുക്കാൻ പറ്റും. ഓർഡർ ബ്ലോക്ക് നിങ്ങൾ എടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, അതായത് ക്യാൻഡിൽസിൻ്റെ താഴെ എന്തുണ്ടാവും, അതിൻ്റെ വിക്കും കൂടി ഉണ്ടാവും. വിക്കും കൂടി കണക്ട് ചെയ്തിട്ട് വേണം ഓർഡർ ബ്ലോക്ക് മാർക്ക് ചെയ്യാൻ. ഈ ഒരു ഓർഡർ ബ്ലോക്ക് ഞാൻ നേരത്തെ വരച്ചു, നിങ്ങൾ നോക്കിക്കേ. അതായത് ആദ്യം മാർക്കറ്റ് ഇങ്ങനെ മുകളിലോട്ട് പോകുന്നു, എന്നിട്ട് മാർക്കറ്റ് അവിടെ ടച്ച് ചെയ്തു, ഈ ഒരു ഓർഡർ ബ്ലോക്ക് ടച്ച് ചെയ്തു, എന്നിട്ട് ജസ്റ്റ് മുകളിലോട്ട് പോയി വീണ്ടും ആ ഒരു ഓർഡർ ബ്ലോക്ക് ടച്ച് ചെയ്തതിനു ശേഷം മാർക്കറ്റ് എന്ത് ചെയ്തു, മുകളിലോട്ട് തന്നെ പോയി. ഓക്കെ, ഇവിടെ ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ടു അപ്സൈഡ്. അതിനുശേഷം ഈ ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ആരാണോ തന്നിട്ടുള്ളത് അതിൻ്റെ ക്യാൻഡിൽസിൻ്റെ ലാസ്റ്റ് എവിടെയാണ് എന്നുള്ളതാണ് നമുക്ക് നോക്കാനുള്ളത്. അതായത് ഇതൊരു അപ്പ് ട്രെൻഡ് ആണ്. അപ്പ് ട്രെൻഡിൽ നമ്മൾ എന്താ നോക്കേണ്ടത്, ഏറ്റവും ലാസ്റ്റിലെ ആ ഒരു സെല്ലിങ് ക്യാൻഡിൽസ് ആണ് നോക്കേണ്ടത്. ഏറ്റവും ലാസ്റ്റിലെ സെല്ലിങ് ക്യാൻഡിൽസ് എന്ന് പറയുന്നത് അതാണ് ഈ ഒരു ക്യാൻഡിൽസ് ആണ്. ഈ ഒരു ക്യാൻഡിൽസ് നമുക്ക് ഇങ്ങനെ വരക്കാം. ഇവിടെ സോൺ എടുത്തു, ഞാൻ എന്ത് ചെയ്തു, ഈ ഒരു സോണിനെ നീട്ടി വരച്ചു. സോൺ മാർക്ക് ചെയ്യുമ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഈ ഒരു ക്യാൻഡിൽസിനേക്കാളും ആ ഏരിയയിൽ വേറെ ഏതെങ്കിലും ഒരു ക്യാൻഡിൽസ് അപ്പുറത്ത് താഴേക്ക് വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും ഒരു വിക്കോ അങ്ങനെ എന്തെങ്കിലും താഴേക്ക് വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിനെയും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് വേണം എന്ത് ചെയ്യാൻ, ഈ ഒരു ഓർഡർ ബ്ലോക്ക് മാർക്ക് ചെയ്യാൻ. ഞാൻ എന്ത് ചെയ്തു, ഈ ഒരു ക്യാൻഡിൽസ് മൊത്തം ഓർഡർ ബ്ലോക്ക് ആയിട്ട് എടുത്തു. എന്നിട്ട് ആ ഒരു ഓർഡർ ബ്ലോക്ക് ഞാൻ നീട്ടി വരച്ചു. അതിനുശേഷം നിങ്ങൾ നോക്കിക്കുക, മാർക്കറ്റ് എന്ത് ചെയ്തു, ഇങ്ങനെ പോയിട്ട് അതേ ഓർഡർ ബ്ലോക്കിൽ തന്നെ ടച്ച് ചെയ്തു. എന്നിട്ട് മാർക്കറ്റ് എന്ത് ചെയ്തു, അപ്സൈഡ് തന്നെ ആ ഒരു വൺ ഡയറക്ഷനിൽ തന്നെ മാർക്കറ്റ് പോയി. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ, നേരത്തെ ഞാൻ പറഞ്ഞു തന്ന ആ ഒരു രീതിയിൽ തന്നെയാണ് ഇവിടെ മാർക്കറ്റ് പോയിട്ടുള്ളത്. പക്ഷേ എപ്പോഴും മാർക്കറ്റ് ആ ഒരു രീതിയിൽ പോയില്ല. കാരണം എന്തുകൊണ്ടാണ് ഇങ്ങനെ, ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചു. കാരണം മാർക്കറ്റ് എന്ത് ചെയ്തു, നേരെ വീണ്ടും അപ്പ് ട്രെൻഡ് പോയി. അവിടെ നിന്ന് മാർക്കറ്റ് വീണ്ടും ആ ഒരു ഓർഡർ ബ്ലോക്കിൽ ടച്ച് ചെയ്തു. അതിനുശേഷം മാർക്കറ്റ് ജസ്റ്റ് ഒന്ന് അപ്പായതിനു ശേഷം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ, നേരത്തെ പറഞ്ഞ അതേ പോയിന്റിലോട്ട് എന്ത് ചെയ്തു, മാർക്കറ്റ് വന്നു. അതായത് രണ്ടിൽ കൂടുതൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവിടെ പോയിട്ട് നിങ്ങൾ എന്ത് ചെയ്യരുത്, ട്രേഡ് എടുക്കരുത്. അതായത് നിങ്ങളൊരു ബൈ സെറ്റപ്പാണ് ഇവിടെ പ്ലാൻ ചെയ്തതെന്നുണ്ടെങ്കിൽ ഇവിടെ പോയിട്ട് ബൈ എടുക്കരുത്. 2 വട്ടം ആ ഒരു ഓർഡർ ബ്ലോക്കിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും മൂന്നാമത് പോയിട്ട് നിങ്ങൾ എന്ത് ചെയ്യരുത്, ബൈ ചെയ്യരുത്. ഇതിനെന്ത് ചെയ്തു, മിറ്റിഗേറ്റ് ചെയ്തു, ലിക്വിഡേറ്റ് ചെയ്തിട്ടാണ് പിന്നെ മാർക്കറ്റ് എന്ത് ചെയ്യുന്നത്, മുന്നോട്ട് പോയിട്ടുള്ളത്. ഓക്കെ, ഒന്നുകൂടെ ഞാൻ കാണിച്ചു തരാം. ഇവിടെ എന്ത് ചെയ്യുന്നു, ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ടു അപ്സൈഡ്. ഇതൊരു അപ്പ് ട്രെൻഡ് ആയതുകൊണ്ട് തന്നെ ഈ ഒരു ക്യാൻഡിൽസിൻ്റെ ഓർഡർ ബ്ലോക്ക് ഏത് ക്യാൻഡിൽസ് ആയിട്ടാണ് നോക്കേണ്ടത്, അതായത് അപ്പ് ട്രെൻഡിലാണ് എന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഏറ്റവും ലാസ്റ്റിലെ സെല്ലിംഗ് ക്യാൻഡിൽസ് ആണ് ഒരു ഓർഡർ ബ്ലോക്കായിട്ട് ഒരു സോണായിട്ട് എടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെയൊക്കെ ചെറിയ ക്യാൻഡിൽസുകളാണുള്ളത്, അതിനൊന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഈ ഒരു ക്യാൻഡിൽസ് എടുക്കാം. ഇതൊന്ന് ഞാൻ നീട്ടി വരച്ച് കാണിച്ചു തരാം. മാർക്കറ്റ് എന്ത് ചെയ്തു, നേരെ ഈ ക്യാൻഡിൽസിൻ്റെ അവിടുന്ന് ഡൗൺ ആയി ഈ ഒരു ഓർഡർ ബ്ലോക്കിൽ തന്നെ ടച്ച് ചെയ്തു, വീണ്ടും മുകളിലോട്ട് പോയി. വീണ്ടും മാർക്കറ്റ് ഇതേ ഓർഡർ ബ്ലോക്കിലോട്ട് തന്നെ റിട്ടേൺ വന്നതിന് ശേഷം ഇവിടെയുള്ള ബാക്കിയുള്ള ഓർഡേഴ്സുകളൊക്കെ കളക്ട് ചെയ്തിട്ട് മാർക്കറ്റ് എന്ത് ചെയ്തു, അപ്പ് ട്രെൻഡിലോട്ട് വൺ ഡയറക്ഷനിൽ പോയി. ഡൗൺ ട്രെൻഡ് ഇവിടെ ഞാൻ എന്ത് ചെയ്തു, ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ മാർക്ക് ചെയ്തു. ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ടു ഡൗൺ സൈഡ് ആണ് വന്നിട്ടുള്ളത്. ഓക്കെ, ഞാനത് മാർക്ക് ചെയ്തു. ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ഒരു ഡൗൺ സൈഡ് ആണ് മാർക്കറ്റ് എന്നുണ്ടെങ്കിൽ ഈ ഒരു ക്യാൻഡിൽസിൻ്റെ ഏറ്റവും മുകളിലുള്ള ബൈയിങ് ക്യാൻഡിൽസ് ആണ് ഒരു ഓർഡർ ബ്ലോക്ക് ആയിട്ട് എടുക്കേണ്ടത് അല്ലേ. ഒരു ഓർഡർ ബ്ലോക്ക് ആയിട്ട് ഇതാണ് പ്ലേസ് ചെയ്യുന്നത്. കറക്റ്റ് നോക്കിയാൽ മനസ്സിലാവും. ഈ ഒരു ഓർഡർ ബ്ലോക്കിൽ ഏറ്റവും ലാസ്റ്റ് വരെ പോയിട്ടാണ് മാർക്കറ്റ് എന്ത് ചെയ്തത്, താഴേക്ക് വന്നിട്ടുള്ളത്. പക്ഷേ സെക്കൻഡ് ടച്ചിൽ തന്നെ ആ ഒരു ഓർഡർ ബ്ലോക്കിന് എന്ത് ചെയ്തു, അത് മിറ്റിഗേറ്റ് ചെയ്തു, അതായത് ലിക്വിഡേറ്റ് ചെയ്തു. ഈ ലിക്വിഡേറ്റ് ചെയ്തപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, അടുത്ത ഓർഡർ ബ്ലോക്കായിട്ട് നമുക്ക് കിട്ടുന്നത് ഏത് ക്യാൻഡിൽസാണ്, ഈ ഒരു ബൈയിങ് ക്യാൻഡിൽസ് ആണ് അടുത്ത ഓർഡർ ബ്ലോക്കായിട്ട് അവിടെ. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഈ ഒരു ഓർഡർ ബ്ലോക്ക് നമുക്ക് മിസ്സായാലും അതിന് തൊട്ട് മുകളിലുള്ള അടുത്ത ഓർഡർ ബ്ലോക്ക് മാർക്ക് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിലൊരു എൻട്രി നിങ്ങൾ പ്ലേസ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ മിനിമം നിങ്ങൾക്ക് എന്ത് കിട്ടിയിട്ടുണ്ടാവും, അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പ്രോഫിറ്റ് എടുക്കാൻ പറ്റും. അപ്പം ഇങ്ങനെയാണ് ഈ സോണുകളെ മാർക്ക് ചെയ്യേണ്ടത്. പക്ഷെ നിങ്ങളത് സോണുകളെ കറക്റ്റായിട്ട് ഈ രീതിയിലൊന്നും മാർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. കറക്റ്റ് ക്ലീനായിട്ടുള്ള സോണുകളെ മാത്രം മാർക്കറ്റ് ചെയ്തിട്ട് ട്രേഡ് എടുത്താൽ മതി. അതായത് നിങ്ങൾക്ക് അത്രയും ഉറപ്പുള്ള ഏരിയയിൽ നിന്ന് മാത്രം മാർക്കറ്റ് പോയിട്ട് ട്രേഡ് എടുക്കുക എന്നുള്ളതാണ്. ഇത് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് എല്ലാ രീതിയിലും മാർക്കറ്റ് മൂവ് ചെയ്യും എന്നതിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഞാൻ ഈ ഒരു ഫെയിലായിട്ടുള്ള ഓർഡർ ബ്ലോക്കുകളും അതുപോലെ തന്നെ ന്യൂ ഓർഡർ ബ്ലോക്കുകളും കാര്യങ്ങളൊക്കെ മാർക്ക് ചെയ്ത് കാണിച്ചു തന്നിട്ടുള്ളവൻ. ഓക്കെ, ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനലുകളൊക്കെ സപ്പോർട്ട് ചെയ്യുക.
വീണ്ടും അടുത്ത നല്ലൊരു ദിവസമായി